2024 പിറന്നിരിക്കുന്നു. ഈ 2024 ആദ്യ സ്മാർട്ട് ഫോണുമായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിവോ എന്ന് പറയുന്ന ബ്രാൻഡാണ്. വിവോയുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള വിവോ X100 Pro ആണ് ഇത്തരത്തിൽ 2024 ഇന്ത്യയിൽ ആദ്യമായി ഇറങ്ങുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ തന്നെയാണ്. നമുക്കറിയാം വിവോയുടെ X സീരീസ് എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോകൾ കണ്ടു കഴിഞ്ഞാൽ DSLR ക്യാമറയിൽ എടുത്ത ഫോട്ടോകളാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മികച്ച ഫോട്ടോകളും മികച്ച വീഡിയോകളും എടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് വിവോ X100 Pro. കഴിഞ്ഞ X90 സീരീസിനേക്കാൾ കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡഡ് ആയിട്ടാണ് ഇത്തവണ X100 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഐഫോൺ അതുപോലെ S23 Ultra തുടങ്ങിയ സ്മാർട്ട് ഫോണുകളും ഒക്കെ ആയിട്ടാണ് ഇതിന്റെ ഒരു ക്യാമറ പെർഫോമൻസ് മത്സരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. ഫോണിന്റെ ബാക്ക് സൈഡിൽ പ്രധാനമായും ഇത്തരത്തിൽ 3 ക്യാമറകളാണ് ഉള്ളത്. അതിനകത്ത് 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസർ, അതും 1 ഇഞ്ച് സെൻസറാണ്. അതുപോലെ തന്നെ വൈഡ് ആംഗിൾ ഫോട്ടോകളും വീഡിയോകളും എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഇവിടെ ഒരു 50 മെഗാ പിക്സലിന്റെ മറ്റൊരു വൈഡ് ആംഗിൾ സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ടെലിഫോട്ടോ സെൻസർ, അതും 50 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈമറി സെൻസറിലും അതുപോലെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. ഈ ഒരു 50 മെഗാ പിക്സലിന്റെ 3 സെൻസറുകൾ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ക്യാമറയിലൂടെ മായിക ജാലം സൃഷ്ടിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ചിത്രങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഫോട്ടോകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത് കഴിയുമ്പോൾ ഈ ഒരു ഫോൺ തന്നെ കുറച്ച് പ്രോസസ്സ് ചെയ്താണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഫോട്ടോകൾ തരുന്നത് എന്ന് വേണം പറയാൻ. ആ ഒരു പ്രോസസ്സിംഗ് ആണ് ഈ ഒരു ഫോണിൽ എടുക്കുന്ന ഫോട്ടോകൾ ഇത്രയധികം മനോഹരമാക്കുന്നത്. അത്തരത്തിൽ മികച്ച ഫോട്ടോകളും വീഡിയോകളും നൽകുന്നതിന് വേണ്ടി അത്തരം ഒരു മികച്ച പ്രോസസ്സിങ്ങിന് വേണ്ടി V3 എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ചിപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചിപ്പും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ പെർഫോമൻസ് കിടിലമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ചുരുക്കം. ഫോട്ടോകൾക്കെല്ലാം ഒരു നാച്ചുറൽ ബോക്കെ എഫക്റ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഫോണിൽ എടുക്കുന്ന ഫോട്ടോകൾക്ക് ഇത്രയധികം അഴക് നൽകുന്നത് എന്ന് വേണം പറയാൻ. ഓവർ സാച്ചുറേഷൻ ഒന്നും പറയാനില്ല. ഒരുവിധം ഡീസന്റ് ആയിട്ടുള്ള കളർ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സാധാരണ വിവോ സ്മാർട്ട് ഫോണുകൾ ഇതുപോലെ X സീരീസ് ഒക്കെ ക്യാമറയിൽ ഫോട്ടോകൾക്കായിരുന്നു ഏറെ പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ ഇത്തവണ ഈ ഒരു X100 Pro എന്ന സ്മാർട്ട് ഫോണിനകത്ത് കിഡിലൻ വീഡിയോകൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഫോട്ടോയും വീഡിയോയും ഒരുപോലെ മികച്ചു നിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ലോ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോകൾ അത് വേറെ ലെവൽ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. ഇത്തരത്തിൽ മറ്റ് പല ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ലോ ലൈറ്റിൽ ഫോട്ടോകൾ എടുക്കുമ്പോൾ കറുത്ത ഭാഗത്തൊക്കെ ഒരുപാട് ഗ്രെയിനി ഫീൽ വരുന്നതാണ്. പക്ഷേ ഇവിടെ ലോ ലൈറ്റിലെ ഫോട്ടോകൾ ഒരു രക്ഷയുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മികച്ച ഒരു ലോ ലൈറ്റ് കേപ്പബിലിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വിവോ നൽകിയിട്ടുണ്ട്. ഇതിന്റെ പോർട്രേറ്റ് മോഡാണ് ഏറ്റവും മികച്ചത്. മികച്ച ബോക്കയുമായിട്ട് പോർട്രേറ്റിൽ കിഡിലൻ ഫോട്ടോകൾ എടുക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മാക്രോ ഫോട്ടോഗ്രാഫിയുമാണ്. മികച്ച മാക്രോ ഷോട്ടുകൾ നമുക്ക് വളരെ ക്ലോസ് അപ്പിൽ കൊണ്ടുവന്നുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയായിട്ട് എടുത്തു പറയണം. ഈ ഒരു ഫോണിന്റെ പോർട്രേറ്റ് മോഡിലേക്ക് വരുമ്പോൾ നമ്മൾ iPhone 15 സീരീസിൽ ഐഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത തരത്തിലുള്ള ഡിഫറെന്റ് ഫോക്കൽ ലെങ്ത് സെറ്റപ്പ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പോർട്രേറ്റിൽ നമുക്ക് 24mm ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാം, 35mm, 50, 85, 100 ഇങ്ങനെ പല വ്യത്യസ്ത ഫോക്കൽ ലെങ്തിൽ നമുക്ക് പോർട്രേറ്റിൽ തന്നെ ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് സാധാരണ നമുക്കറിയാം ഈ പറഞ്ഞു കേട്ട ആ ഫോക്കൽ ലെങ്തുകളുടെ ഡിഫറെന്റ് ലെൻസുകൾ നമ്മൾ DSLR ക്യാമറയിൽ മാറി മാറി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഡിഫറെന്റ് ഫോക്കൽ ലെങ്തിലെ ഡിഫറെന്റ് എഫക്റ്റിലുള്ള ഫോട്ടോകൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് DSLR ക്യാമറയിൽ. ഇവിടെ യാതൊരുവിധ ലെൻസ് സ്വിച്ചിങ്ങോ ഒന്നുമില്ലാതെ തന്നെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലെൻസ് മാറി DSLRൽ ഫോട്ടോ എടുക്കുന്നത് പോലെ 24, 35, 50, 85, 100 ഇത്രയും ഡിഫറെന്റ് ഫോക്കൽ ലെങ്തിലുള്ള ഫോട്ടോകൾ പോർട്രേറ്റ് മോഡിൽ തന്നെ എടുക്കാമെന്നുള്ള ഒരു വലിയ പ്രത്യേകത തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ച്. അതുപോലെ ഈ ഒരു ഫോണിന്റെ ഫോട്ടോ മോഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ 0.6 വൈഡ് ആംഗിൾ, അതായത് 50mm വൈഡ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നൽകുന്നത്. അതുപോലെ 1x എടുക്കാം, അത് 23mm ഫോക്കൽ ലെങ്ത് ആണ്. 2x എടുക്കാം. 4.3x വരെ നമുക്ക് ഒപ്റ്റിക്കലി സൂം ചെയ്തുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് യാതൊരുവിധ ക്വാളിറ്റി ലോസും ഇല്ലാതെ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ സാധിക്കും. അതുപോലെ 10x സൂമിലും നമുക്ക് ഫോട്ടോകളും വീഡിയോകളും എടുക്കാം. മാക്സിമം വീഡിയോ 10x വരെ സൂം ചെയ്യാം. എന്നാൽ ഫോട്ടോയുടെ കേസിൽ നമുക്ക് മാക്സിമം 100x വരെ നമുക്ക് സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും. നമുക്കറിയാം ഇപ്പോൾ വരുന്ന പല ഫോണുകളിനകത്ത് നമ്മൾ 100x സൂം കണ്ടിരുന്നു. പക്ഷേ ഈ ഒരു 100x സൂം പലപ്പോഴും പല ഫോണിലും വെറുതെ ഗിമ്മിക്കായിരുന്നു. ഒരുമാതിരി വാഷ് ഔട്ട് ആവുന്ന ഫോട്ടോകളാണ് പല 100x സൂമിലും നമുക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു ഫോണിനകത്ത് 100x സൂമിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ ആ ഒരു ഫോട്ടോയെ കൃത്യമായി പ്രോസസ് ചെയ്ത് 100x സൂമിൽ പോലും ഒരു ക്ലാരിറ്റി ഉള്ള ഫോട്ടോകളാണ് നൽകുന്നത് എന്നതും പ്രത്യേകതയാണ്. ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ സെൽഫി എടുക്കാനായിട്ട് സെന്റർ പഞ്ച് ഹോളിൽ 32 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോൺ ഇത്രയധികം ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആണെങ്കിലും ക്യാമറയിൽ തന്നെ ഒരു വലിയ കുറവ്
വിവോ മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ ഇപ്പോഴത്തെയും പോലെ. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം 8K റെസൊല്യൂഷനിൽ 30 FPS ഉള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. എന്നാൽ സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ മാക്സിമം ഫുൾ HDയിൽ 60 FPS മാത്രമുള്ള വീഡിയോകളെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇത്രയധികം ക്യാമറ സെൻട്രിക് ഫോൺ ആകുമ്പോഴും ഇതിന്റെ സെൽഫി ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വലിയ കുറവായി വേണമെങ്കിൽ പറയേണ്ടി വരും. എന്നിരുന്നാലും ആ ഒരു ഫുൾ HD സെൽഫി ക്യാമറ അത് ഡീസന്റ് ആയിട്ടുള്ള ജോബ് തന്നെയാണ് നൽകുന്നത്. മികച്ച സെൽഫി വീഡിയോകളും ഫോട്ടോകളും എടുക്കാൻ ഈ ഒരു 32 മെഗാ പിക്സലിന്റെ ആ ഒരു ഫുൾ HD രീതിയിലുള്ള ക്യാമറ നമ്മെ സഹായിക്കുന്നുണ്ട്. മികച്ച ക്വാളിറ്റി തന്നെയാണ് സെൽഫി വിഭാഗത്തിലും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അപ്പോൾ 4K സെൽഫിയിൽ ഇല്ല എന്നുള്ളതേ ഉള്ളൂ എന്ന് വെച്ച് സെൽഫി ക്യാമറയിൽ ക്വാളിറ്റിക്ക് യാതൊരുവിധ കുറവില്ല എന്ന് ചുരുക്കം. പോർട്രേറ്റ് ഫോട്ടോകളിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ഡിഫറന്റ് ആയിട്ടുള്ള സൈസിന്റേതായിട്ടുള്ള മോഡുകൾ സെലക്ട് ചെയ്തുകൊണ്ട് പോർട്രേറ്റ് ഫോട്ടോകളെ വീണ്ടും അതിമനോഹരമാക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കും. നമ്മൾ ഇതിന്റെ ക്യാമറ മോഡുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെയ്സുമായിട്ടുള്ള ആ ഒരു കോർപ്പറേഷന്റെ ഒരു ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ C-Star കോട്ടഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഫോട്ടോകളൊക്കെ എടുക്കുമ്പോൾ ഗ്ലെയർ ഒക്കെ പരമാവധി കുറയ്ക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ മികച്ച ഒരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ തന്നെയാണ് X100 Pro. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്യാമറ മോഡിൽ കണ്ടില്ലേ, ഇതുപോലെ യഥാർത്ഥമായിട്ടുള്ള ഒരു ക്യാമറ ലെൻസിന്റെ ഏകദേശം സൈസ് കവർ ചെയ്യുന്ന തരത്തിലുള്ള അത്രയും വലിപ്പമുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ഇത്തരത്തിൽ കയ്യിൽ പിടിച്ച് ഒരു ഫോട്ടോ എടുക്കുന്നത് ആരെങ്കിലും കണ്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു മികച്ച ക്യാമറ ഫോൺ ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു ക്യാമറ മൊഡ്യൂൾ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വലിയ DSLR ക്യാമറയൊക്കെ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കുന്ന അല്ലെങ്കിൽ DSLR ക്യാമറയുടെ ആ ഒരു ലെൻസിന്റെ ആ ഒരു സൈസ് തന്നെ ഈ ഒരു ക്യാമറ മൊഡ്യൂളിന് കൊടുത്തിരിക്കുന്നുണ്ട് തന്നെയും നമുക്ക് ഈ ഒരു ഫോൺ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ ഇതൊരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറ മൊഡ്യൂൾ ഒരു അല്പം പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിന്റെ സൈഡിൽ ഇത്തരത്തിൽ ചെറിയ ചെറിയ ഗ്രിപ്പാണ് ഈ ഒരു റിങ്ങിന് ചുറ്റും കൊടുത്തിരിക്കുന്നത്. അതൊരു എലിഗന്റ് ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് സമ്മാനിച്ചിരിക്കുന്നത്. നേരത്തെ ഉള്ള സാംസങ്, ഐഫോൺ, അതുപോലെ പിക്സൽ, നത്തിങ് തുടങ്ങിയ ബ്രാൻഡുകൾ തങ്ങളുടെ ഐക്കോണിക് ഡിസൈൻ മറ്റ് പുതിയ സീരീസ് ഫോണുകളിലും നിലനിർത്തുന്നതായിട്ട് നമുക്ക് കാണാം. അതേ പാത തന്നെയാണ് ഇപ്പോൾ വിവോയും X സീരീസിൽ തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവോ X90 സീരീസിൽ നിന്നും കാര്യമായിട്ടുള്ള ഒരു ഡിസൈൻ ചേഞ്ച് ഒന്നും ഇവിടെ X100 സീരീസിലേക്ക് വന്നിട്ടില്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കും. X90 സീരീസിനകത്ത് ഇവിടെ ഒരു സ്ട്രിപ്പ് ഇതുപോലെ പോയിരുന്നു. അതുപോലെ കുറച്ചുകൂടി ഒരു ലെതർ ലൈക്ക് ഫിനിഷ് ആയിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബാക്ക് ഒരു ഗ്ലോസി ഫിനിഷ് ഉള്ള ഒരു ഗ്ലാസ് ഡിസൈൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതും ഫ്ലൂറൈറ്റ് ആന്റി ഗ്ലെയർ ഗ്ലാസ് പാനലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ അലുമിനിയം ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് മെറ്റാലിക് ഫ്രെയിം ആണ്. അത്രയും ബിൽഡ് ക്വാളിറ്റി അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനകത്തുണ്ട്. ബാക്ക് സൈഡിന്റെ ഈ രണ്ട് വശങ്ങളും കർവ്ഡ് ആണ്. ഫോണിനകത്ത് ഇത്തരത്തിൽ IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ഡിവൈസുകളെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇത്തരത്തിൽ ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സമയം 2 നാനോ സിം കാർഡുകളാണ് ഉപയോഗിക്കാൻ സാധിക്കുക. ഇതിനകത്ത് മെമ്മറി കാർഡ് എക്സ്പാൻഷൻ ഇല്ല. 8.91 മില്ലിമീറ്റർ മാത്രം തിക്നെസ് ഉള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ അല്പം വെയിറ്റ് ഉള്ള ഒരു ഫോണാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 225 ഗ്രാം ഭാരം ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്. പക്ഷെ നമ്മൾ ഇത് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അത്രയും ഒരു വലിയ ഭാരം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കേസിൽ തോന്നുകയില്ല. കാരണം അതിന്റെ ഒരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പക്കയാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് അത്രയും ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാത്തത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് നൽകിയിരിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു ഫോണിന്റെ സൈഡ് തരത്തിൽ കർവ്ഡ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും. മികച്ച വ്യൂയിങ് ആംഗിളും ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 3000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ്. ഇപ്പോൾ വരുന്ന മിക്ക ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും ഇനി വരാൻ പോകുന്ന പല ഫ്ലാഗ്ഷിപ്പ് ഫോണുകളും ഇത്തരത്തിൽ 3000 നിറ്റ്സ് ബ്രൈറ്റ്നസ് എന്ന ആ ഒരു കടമ്പയിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഓർക്കുക, പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇത്തരത്തിൽ 3000 നിറ്റ്സ്. ഈ ഒരു സ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം വെച്ചാലൊന്നും അത്രയും ഉള്ള നിറ്റ്സ് ഒന്നും ലഭിക്കില്ല. ഈ പറഞ്ഞ പോലെ ഒരു ബ്രൈറ്റ് സൺലൈറ്റിലേക്കും ഒക്കെ മാറുമ്പോൾ HDR കണ്ടന്റുകൾ കാണുമ്പോഴൊക്കെയാണ് ഇത്തരം ഒരു പീക്ക് ബ്രൈറ്റ്നസിലേക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സ്വിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഒരു റെസൊല്യൂഷൻ ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ 120 ഹെർട്സിന്റെ ഹയർ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിവോ X90 പ്രോയിൽ നിന്ന് X100 പ്രോയിലേക്ക് വരുമ്പോൾ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇത്തവണ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ LTPO ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും 8T LTPO ടെക്നോളജി. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിഫ്രഷ് റേറ്റ് 1 ഹെർട്സ് മുതൽ 120 ഹെർട്സ് വരെ വേരി ചെയ്യുന്നതാണ്. അപ്പോൾ ബാറ്ററി കുറച്ചുകൂടി എഫിഷ്യന്റ് ആയി വർക്ക് ചെയ്യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ എന്ന് ചുരുക്കം. പക്ഷേ കഴിഞ്ഞ വിവോ X90 പ്രോയിൽ അത്തരത്തിൽ LTPO ആയിരുന്നില്ല. HDR 10% സപ്പോർട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 10 ബിറ്റ് കളർ ആണ് നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തിടെ വിവോയുടെ തന്നെ മറ്റൊരു ബ്രാൻഡ് ആയിട്ടുള്ള IQന്റെ ഭാഗത്തു നിന്ന് പുറത്തിറങ്ങിയ IQ12 എന്ന സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്നാപ്ഡ്രാഗന്റെ ഏറ്റവും മുന്തിയ പ്രോസസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Gen 3ക്ക് ഇക്വലന്റ് ആയിട്ട്
ആയിട്ട് മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 9300 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. എന്നാൽ നമ്മളിൽ പലരും ശകലം ഒന്ന് നെറ്റ് ചുളിക്കാനുള്ള ഒരു സാധ്യത ഈ ഒരു മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി എന്ന് കേൾക്കുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരു സ്നാപ്ഡ്രാഗൺ പ്രോസറാണ് എപ്പോഴും പഥ്യം. വിവോ ക്ലെയിം ചെയ്യുന്നത് ലാബ് കണ്ടീഷനിൽ ഏകദേശം 2 മില്യൺ AnTuTu സ്കോർ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുമെന്നാണ്. ഏകദേശം 20 ലക്ഷത്തിന് അടുത്തുള്ള ഒരു AnTuTu സ്കോർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നതെന്ന് ചുരുക്കം. ഓർക്കുക, ഇത് തീർച്ചയായിട്ടും ഒരു 5G സ്മാർട്ട് ഫോൺ ആണ്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് 16 GB റാമും 512 GB ഇന്റർണൽ സ്റ്റോറേജുമാണ് വരുന്നത്. ആ ഒരു റാം എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള LPDDR5T എന്ന് പറയുന്ന റാം ടൈപ്പും സ്റ്റോറേജ് ടൈപ്പ് എന്ന് പറയുന്നതും ലേറ്റസ്റ്റ് ആയിട്ട് UFS 4 ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം ചേരുമ്പോൾ ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു ഫോണിനകത്ത് BGMI ആണ് എക്സ്പീരിയൻസ് ചെയ്തത്. നമുക്ക് ഇതിനകത്ത് സ്മൂത്ത് 90 FPS ഗെയിം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ സ്മൂത്തും റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു തരത്തിലുള്ള ലാഗോ മറ്റ് വിഷയങ്ങളോ ഒന്നും തന്നെ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ക്യാമറ സെൻട്രിക് മാത്രമല്ല, ഒരു മികച്ച പെർഫോമൻസ് കൂടി കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ X90 സീരീസിൽ നിന്ന് 100 സീരീസിലേക്ക് വന്നപ്പോൾ മറ്റൊരു ഇംപ്രൂവ്മെന്റ് കൂടി വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധാരണ നമ്മൾ കേൾക്കാത്ത തരത്തിൽ 5400 mAh ബാറ്ററിയാണ് ഇതിന് പവർ നൽകുന്നത്. സാധാരണ നമുക്കറിയാം ഒരു 99% സ്മാർട്ട് ഫോണുകളിലും 5000 mAh ബാറ്ററിയാണ് വരുന്നത്. എന്നാൽ ഈ ഒരു ഫോണിനകത്ത് 5400 mAh ബാറ്ററി കൊടുത്തിരിക്കുന്നു. മാത്രമല്ല 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഫോണിന്റെ ബോക്സിനോടൊപ്പം നമുക്ക് 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോണിനകത്ത് ചാർജിങ്ങിന് വേണ്ടി USB Type-C പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണെന്ന് പറയട്ടെ. വയർലെസ് ചാർജിംഗ് സാധാരണ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ പോലും പലതിലും ഒഴിവാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അത് 50 വാട്ടിന്റെ സാധാരണ പല ഫ്ലാഗ്ഷിപ്പ് ഫോണിലും വയർലെസ് ചാർജിംഗ് കൊടുത്താൽ പോലും 15 വാട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ഇവിടെ 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഫോണിനെ ഒരു വയർലെസ് ചാർജറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് മറ്റ് വയർലെസ് ചാർജിംഗ് സപ്പോർട്ടുള്ള ഡിവൈസുകൾ ചാർജ് ചെയ്യാൻ സാധിക്കും. ഫോണിന്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ Android 14 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ വിവോയുടെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS 14 ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു യൂസർ ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ഫോൺ എന്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു 4-5 ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതിനകത്തുണ്ട്. അത് കൂടാതെ ചില പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനകത്ത് സ്പോട്ടിഫൈ എന്ന് പറയുന്ന ആപ്പ്, ഫോൺ പേ, നെറ്റ്ഫ്ലിക്സ് തുടങ്ങി വളരെ കുറച്ച് പ്രീമിയം ബ്ലോട്ട്വെയർസുകൾ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇതിനകത്തുണ്ട്. അതുകൂടി ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായേനെ എന്നൊരു അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷനുകൾ നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള സ്റ്റീരിയോ സൗണ്ടാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സെന്റർ പഞ്ച് ഹോളിന്റെ ക്യാമറ മീഡിയം സൈസ് ആണ്. മനോഹരമായിട്ടുള്ള ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കും. എസ്പെഷ്യലി ഈ ഒരു ബെസലൊക്കെ നോക്കിയാൽ വളരെ തിന്നാണ്. ചിഹ്നെന്നറിയപ്പെടുന്ന ഭാഗവും ടോപ്പ് ഏരിയയും ഒക്കെ വളരെ തിന്നാണ്. സൈഡ് രണ്ടും കർവ്ഡ് ആയതുകൊണ്ട് തന്നെയും ആ സൈഡിൽ ബെസൽ ഇല്ല എന്നുള്ളൊരു ഫീൽ ലഭിക്കുന്നുണ്ട്. ഒരു ഇമേഴ്സീവ് വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോണിന്റെ വീഡിയോ വ്യൂയിങ്ങിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റീരിയോ സ്പീക്കറും മികച്ച ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു മികച്ച മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കും. ഇൻ ഡിസ്പ്ലേയിലാണ് ഇത്തരത്തിൽ ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. അത് ഫോണിന്റെ ഡിസ്പ്ലേയുടെ താഴ്ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി മുകളിലോട്ട് കൊടുത്തെങ്കിൽ കുറച്ചുകൂടി കൺവീനിയന്റ് ആയനെ. അത് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ റീഡ് ചെയ്യുന്നുമുണ്ട്. മറ്റൊരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ പോലും പലപ്പോഴും ഒഴിവാക്കുന്ന 2 ഫീച്ചറുകളാണ് വയർലെസ് ചാർജിങ്ങും വാട്ടർ റെസിസ്റ്റൻസും. ഇവിടെ പേരിനൊരു വാട്ടർ റെസിസ്റ്റൻസ് അല്ല കൊടുത്തിരിക്കുന്നത്, പക്കായിട്ടുള്ള IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും വലിയ കാര്യമാണ്. ഇതുപോലൊരു ബോക്സിനകത്താണ് വിവോ X100 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു ഫോണിന്റെ ബോക്സിനകത്ത് 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, അതുപോലെ ചാർജിങ്ങിനായിട്ട് C2C ചാർജിംഗ് കേബിൾ, യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻ, മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ്, സിം ഇജക്ടർ പിൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഫോണിന്റെ ബോക്സിനകത്ത് നൽകിയിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഗുണങ്ങളോടൊപ്പം ചില കുറവുകൾ കൂടിയുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണങ്ങളായിട്ട് പറയുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നല്ല കിഡിലൻ ക്യാമറ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അതുപോലെ തന്നെ നല്ല മികച്ച
മികച്ച ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 3000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള ഒരു കിടിലൻ ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. വയർലെസ് ചാർജിംഗ് നൽകിയിട്ടുണ്ട്. IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. വൈഫൈയുടെ ലേറ്റസ്റ്റ് വൈഫൈ 7 ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നു. ടോപ്പ് നോച്ച് പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗുണങ്ങളാകുമ്പോൾ ഇതിന്റെ ദോഷങ്ങളായിട്ട് പറയാനുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സെൽഫി ക്യാമറയിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വളരെ കുറച്ച് ബ്ലോട്ട് വൈസ് എങ്കിലും ഉണ്ട്, അതൊന്നും മാറ്റാമായിരുന്നു. മെമ്മറി കാർഡ് എക്സ്പാൻഷനോ 3.5mm ഓഡിയോ ജാക്കോ നൽകിയിട്ടില്ല. പിന്നെ ഒബ്വിയസ്ലി മലയാളികൾ എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സ്നാപ്ഡ്രാഗൺ പ്രോസറാണ് എല്ലാവർക്കും പഥ്യം. പക്ഷേ മീഡിയടെക്കിന്റെ പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്റെ ഭാഗത്തു നിന്നുള്ളൊരു കുറവായി ഞാൻ പറയുകയല്ല, കാഴ്ചക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറയുകയാണ്. ഈ പറഞ്ഞ പോലെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 കൊടുത്തെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർ എന്ന് നമ്മൾ പറഞ്ഞേനെ. എന്ന് വെച്ച് മീഡിയടെക്കിന്റെ Dimensity 9300 എന്ന പ്രോസറിന് യാതൊരു കുറവുമില്ല എന്നുള്ളതും ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പ്രൈസ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അറിവായിട്ടില്ല, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന് വിശേഷമുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.